എല്ലാവർക്കും കഥക്കൂട്ടറ്റേഴ്സിലേക്ക് സ്വാഗതം. ദ്രോണർ ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്ന കഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാഭാരത കഥയിൽ നമുക്കിന്ന് ഏകലവ്യന്റെ കഥ കേൾക്കാം. കുമാരന്മാർക്ക് അസ്ത്രാഭ്യാസം നൽകുന്നതിനുള്ള ചുമതല ഭീഷ്മർ ദ്രോണർക്ക് നൽകുന്നു. വിദ്യാദാനം ആരംഭിക്കുന്നതിന് മുമ്പ് ആചാര്യൻ വന്നിച്ചു നിൽക്കുന്ന രാജകുമാരന്മാരോട് പറഞ്ഞു, കുട്ടികളെ, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഇച്ഛിക്കുന്നു. എന്നിൽ നിന്ന് വിദ്യ നേടിയതിനു ശേഷം നിങ്ങളിൽ ആരത് സാധിച്ചു തരും? പരസ്പരം നോക്കി മൗനമായി നിന്നു എല്ലാവരും. പക്ഷെ അർജുനകുമാരൻ മാത്രം മുന്നോട്ട് വന്ന് ഗുരുവിനെ വണങ്ങി. ഗുരു, ഞാനത് സാധിച്ചു തരും, ഇത് സത്യം. ദ്രോണരുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അദ്ദേഹം അർജുനനെ മാറോട് ചേർത്ത് പുണർന്ന് അനുഗ്രഹിച്ചു. പഠനം ആരംഭിച്ചു. അസ്ത്രവിദ്യയും എല്ലാവിധ ആയുധങ്ങളുടെ പ്രയോഗവും യുദ്ധതന്ത്രങ്ങളും ആ മഹാചാര്യന്റെ ശിക്ഷണത്തിൽ കുമാരന്മാർ നേടിയെടുക്കുകയുണ്ടായി. അഭ്യാസവിദ്യയുടെ കീർത്തി കേട്ട് നാനാദേശങ്ങളിൽ നിന്ന് രാജപുത്രന്മാർ ദ്രോണസവിധത്തിൽ പഠിക്കാൻ എത്തിച്ചേർന്നു. എല്ലാവരിലും മികച്ചു നിന്നു അർജുനകുമാരൻ. ശ്രദ്ധ കൊണ്ടും കൈവേഗം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മുമ്പനായി തീർന്ന അർജുനനെ കണ്ട് ഗുരു സന്തോഷമാർന്നു. ഒരു നാൾ ഗുരു എല്ലാ ശിഷ്യന്മാരെയും വിളിച്ച് പാത്രങ്ങൾ നൽകിയിട്ട് ജലം നിറച്ച് വരുവിൻ എന്ന് ആജ്ഞാപിച്ചു. എല്ലാവരും നദിയിലേക്ക് പോയി. ആ അവസരം നോക്കി ദ്രോണാചാര്യൻ തന്റെ മകനായ അശ്വത്ഥാമാവിന് ചില അപൂർവ അസ്ത്രവിദ്യകൾ ഉപദേശിച്ചു തുടങ്ങി. പക്ഷേ അപ്പോഴേക്കത് വരുണാസ്ത്രം തൊടുത്ത് കുടത്തിൽ ജലം നിറച്ച് അർജുനൻ എത്തിക്കഴിഞ്ഞു. ഗുരുപുത്രനോടൊപ്പം അർജുനനും ആ പ്രത്യേക അഭ്യാസനം നേടുകയായി. എല്ലായ്പ്പോഴും അമ്പും വില്ലുമെടുത്ത് പരിശീലനം നടത്തുന്ന അർജുനനെ നോക്കി ഒരു നാൾ ഗുരു പാചകക്കാരോട് കൽപ്പിച്ചു, ഒരിക്കലും അർജുനന് ഇരുട്ടത്ത് ഭക്ഷണം നൽകരുത്. അങ്ങനെയിരിക്കെ ഒരു രാത്രി അത്താഴവേളയിൽ ജ്വലിച്ചുന്ന ദീപം കാറ്റത്ത് കെട്ടുപോയി. പക്ഷെ ഊണ് മുടങ്ങിയില്ല. ഉരുളയെടുത്ത കൈ വായിലേക്ക് തന്നെ പോകുന്നു. പെട്ടെന്ന് അർജുനകുമാരൻ ചിന്തിച്ചു, നിരന്തരമായ ശീലം കൊണ്ടാണല്ലോ ഇരുട്ടത്തും കൈ വായിലേക്ക് തന്നെ ചെല്ലുന്നത്. ഇതുപോലെ തന്നെയാവണം അസ്ത്രാഭ്യാസത്തിലെ ശീലവും. അന്നു മുതൽ രാത്രി കാലങ്ങളിലും അർജുനൻ ഇരുട്ടത്ത് നിന്ന് അസ്ത്രാഭ്യാസം ശീലിച്ചു തുടങ്ങി. ഞാണൊലി കേട്ട് വിവരം ഗ്രഹിച്ച ഗുരു ഏറ്റവും സന്തുഷ്ടനായി. ധനുർവേദം പഠിച്ചതിന് ശേഷം ആന, തേര്, കുതിര ഇവമേലേറിയുള്ള യുദ്ധമുറകളും നിലത്ത് നിന്ന് പടവെട്ടാനും കൂട്ടപ്പട വെട്ടാനും ദ്രോണർ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു. ഗദയും വാളും കുന്തവും തുടങ്ങി എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടാൻ രാജകുമാരന്മാർ പ്രാപ്തരായി. അക്കാലത്ത് ഈ കേളി കേട്ട് കാട്ടിൽ നിന്ന് ഒരു കുട്ടി, ഏകലവ്യൻ, ആചാര്യനെ തേടി ഹസ്തിനപുരിയിലെത്തി. ജാതിയിൽ കാട്ടാളനായ അവനെ ഗുരു ശിഷ്യനായി സ്വീകരിച്ചില്ല. നിരാശനായ ഏകലവ്യൻ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ച് വിടവാങ്ങി. കാട്ടിൽ ചെന്ന് മണ്ണുകൊണ്ട് അവൻ ദ്രോണാചാര്യരുടെ പ്രതിമ നിർമ്മിച്ച് പൂജ തുടങ്ങി. അതിനു മുന്നിൽ പ്രണമിച്ചിട്ട് എന്നും അവൻ അമ്പെയ്ത്ത് പരിശീലിക്കാൻ തുടങ്ങി. കണ്ണുറപ്പിച്ച് മനസ്സുറപ്പിച്ച് തപസ് പോലെ ആ കാട്ടാളബാലൻ തന്റെ അഭ്യാസം ഒറ്റയ്ക്ക് തുടർന്നു. കുറച്ചു കാലം കഴിഞ്ഞു. ഒരിക്കൽ പാണ്ഡവ രാജകുമാരന്മാർ വേട്ടയ്ക്കായി കാട്ടിലെത്തി വിഹരിക്കുമ്പോൾ അവരുടെ വേട്ടനായ ദൂരെ നിൽക്കുന്ന ഏകലവ്യന്റെ മണം പിടിച്ച് കുരച്ചുകൊണ്ടടുത്തു. നിമിഷാർത്ഥം കൊണ്ട് നായയുടെ പിളർന്ന വായിൽ 7 അമ്പുകൾ തുളഞ്ഞു കയറി. കരഞ്ഞുകൊണ്ട് ഓടി യജമാനന്മാരുടെ കാൽക്കൽ വീണ നായയെയും വായിൽ തറച്ചിരിക്കുന്ന 7 അമ്പുകളെയും കണ്ട് കുമാരന്മാർ അത്ഭുതപ്പെട്ടു. ആരിത് ചെയ്തു എന്നു തിരക്കുകയായി. അകലെ നായയുടെ ശബ്ദം കേട്ടു മാത്രം ഇത്ര സൂക്ഷ്മമായി അമ്പെയ്ത് കൊള്ളിച്ചിരിക്കുന്നു. അപാരമായ സാമർഥ്യം മനസ്സിലാക്കി അത് ആരാണെന്ന് അവർ അന്വേഷിച്ചു ചെന്നപ്പോൾ മുടിയും താടിയും നീണ്ട പ്രാകൃത വേഷധാരിയും വികൃതരൂപനുമായ ഒരു കുമാരൻ വില്ലും അമ്പുമായി നിൽക്കുന്നു. താങ്കൾ ആരാണ്? കുമാരന്മാർ ആരാഞ്ഞു. ഞാൻ ഏകലവ്യൻ, ദ്രോണാചാര്യരുടെ ശിഷ്യനായ കാട്ടാളക്കുട്ടി. ഇത് കേട്ട് രാജകുമാരന്മാർ അമ്പരന്നുപോയി. കാട്ടിൽ നിന്ന് മടങ്ങിയ കുമാരന്മാർ മ്ലാനവദനരായി സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോയി. അർജുനൻ മാത്രം അസ്വസ്ഥനായി ദ്രോണാചാര്യ സൗധത്തിലെത്തി വണങ്ങി. ഗുരു, അവിടുന്ന് പറഞ്ഞുവല്ലോ അസ്ത്രവിദ്യയിൽ എന്നെക്കാൾ മേലെയായിട്ട് ഒരു ശിഷ്യനുമില്ല എന്ന്. പക്ഷേ ഇന്ന് ഞാൻ കാട്ടിൽ കണ്ട നിഷാദകുമാരൻ അവിടുത്തെ ശിഷ്യനാണ്, എന്നേക്കാൾ മികച്ചവനുമാണ്. അതെന്തുകൊണ്ടെന്ന് അരുളിയാലും. അല്പം ചിന്തിച്ചു നിന്നിട്ട് ദ്രോണർ അർജുനനുമൊത്ത് തന്റെ ശിഷ്യനെ തേടി കാട്ടിലേക്ക് യാത്രയായി. അവിടെ
ജടയും തോലും ധരിച്ച ആ കുമാരൻ ഒറ്റയ്ക്ക് നിന്ന് അമ്പെയ്ത്ത് പരിശീലിക്കുന്നത് കാണായി. അരികിലെത്തിയ ഗുരുവിനെ നിഷാദകുമാരൻ സംഭ്രമത്തോട് ഓടിച്ചെന്ന് നമസ്കരിച്ച് കൈകൂപ്പി നിന്നു. ഞാൻ ഏകലവ്യൻ, അവിടുത്തെ ശിഷ്യൻ എന്നറിയിച്ചു. അവനെയും അവന്റെ നെടും വില്ലിനെയും അവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കി പൂജിച്ചു വെച്ചിരിക്കുന്ന തന്റെ രൂപത്തെയും നോക്കിക്കണ്ട ദ്രോണർ ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഏകലവ്യ, നീ എന്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരിക. ഗുരു, എന്റെ ദൈവമേ, ഇവൻ എന്താണ് അവിടത്തേക്ക് നൽകേണ്ടത്? കൽപ്പിച്ചാലും എന്ത് തന്നെയായാലും ഇവൻ നൽകുമല്ലോ എന്ന ഏകലവ്യന്റെ വാക്കുകൾ കേട്ട് ദ്രോണർ കഠോരമായ വാക്കുകൾ പറയുകയായി. ഏകലവ്യ, നിന്റെ വലത്തെ കൈയുടെ പെരുവിരൽ എനിക്ക് തരിക. ഈ ഘോരമായ കൽപ്പന കേട്ട കാട്ടാളകുമാരൻ ആ നിമിഷം തന്നെ കത്തിയെടുത്ത് തന്റെ വലങ്കൈയിലെ തള്ളവിരൽ അറുത്ത് ഒരു ഇലയിൽ വച്ച് ഗുരുപാദത്തെ സമർപ്പിച്ച് നമസ്കരിച്ചു. തന്റെ വാക്ക് സത്യമായതിൽ തൃപ്തി പൂണ്ട ദ്രോണർ ഏകലവ്യനെ അനുഗ്രഹിച്ചു മടങ്ങി. വലങ്കൈയുടെ പെരുവിരലറ്റ ഏകലവ്യന്റെ അമ്പെയ്ത്തിന് വേഗത കുറയുമല്ലോ. അതോടെ അർജുനനായി തീർന്നു ദ്രോണശിഷ്യരിൽ ഒന്നാമനായ വില്ലാളി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.